5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വീണ്ടും വല്ലാതെ മുന്നേറുന്നു. രാവിലെ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ 7 മണിക്ക് തന്നെ ആരംഭിച്ച് 8 മണിയോടുകൂടി ആദ്യത്തെ പോസ്റ്റൽ വോട്ട് വന്നപ്പോൾ മുതൽ ഈ നിമിഷം വരെ ഏകദേശം 6000-ഓളം വോട്ടിലേക്ക് ലീഡിലേക്ക് നീങ്ങുകയാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ. അതിന് വഴിക്കടവ് പഞ്ചായത്തിലാണ് ആദ്യമായി വോട്ട്. വഴിക്കടവ് പഞ്ചായത്തിൽ ഒന്ന് കാലിടറിയെങ്കിലും വലിയ പ്രശ്നമില്ല. അതേസമയം മൂത്തേടത്ത് കടന്നപ്പോൾ തീർച്ചയായും ആര്യാടൻ ഷൗക്കത്തിന് വലിയൊരു ഷോക്ക് കിട്ടി. ഇവിടെ 2 സ്ഥലത്തും അൻവറിൻ്റെ ഒരു സ്വാധീനം വലുതായിട്ടുണ്ടായിരുന്നു. അൻവർ കുറേയധികം വോട്ട് പിടിച്ചിട്ടുണ്ട്. എന്തായാലും UDF ക്യാമ്പുകൾ ഇന്നലെ മുതൽ പറയുന്നത് 8000-നും 25,000-നും ഇടയ്ക്ക് വോട്ടുകൾക്ക് UDF പ്രതീക്ഷ പറയുമ്പോൾ 2000 വോട്ട്, കേവലം 2000 വോട്ടിൻ്റെ മാത്രം ഒരു റേഞ്ച് പറയാതെ 2000 വോട്ടിൻ്റെ പ്രതീക്ഷ മാത്രമാണ് LDF പറയുന്നത്. അൻവർ 25,000-നും 30,000-നും വോട്ട് പിടിക്കുമെന്ന് അൻവർ ക്യാമ്പ് പറയുമ്പോൾ ഒരു 15,000 വരെ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മറ്റ് മുന്നണികളുടെ വിലയിരുത്തൽ. എന്തായാലും ആകെ 10 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. അപ്പോഴൊരു ചോദ്യമുണ്ട്, BJP സ്ഥാനാർത്ഥി എവിടെ? ഒരു ന്യൂനപക്ഷ മുഖത്ത് നിർത്തിക്കൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടിനെ നന്നായി സ്വാധീനിച്ചെടുത്തുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യാനികളെ കൂടി കയ്യിൽ നിർത്താൽ നമുക്ക് വലിയ വോട്ട് പിടിക്കാമെന്നുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാണക്യ തന്ത്രം ആര്യാടൻ ഷൗക്കത്തിൻ്റെ മുന്നിൽ നിലം പരിശാകുന്നതാണ് നമ്മൾ നിലമ്പൂരിൽ കാണുന്നത്. വളരെ വല്ലാത്തൊരു രീതിയിൽ പിക്ചറിൽ നിന്ന് തന്നെ, സ്ക്രീനിൽ നിന്ന് തന്നെ, പൊതു ചാനലുകളിൽ, സാറ്റലൈറ്റ് ചാനലുകളിലൊക്കെ പിക്ചറിൽ നിന്ന് തന്നെ മാറിപ്പോകുന്ന രീതിയിലേക്ക് BJP കളം ഒരുങ്ങി സറണ്ടർ ചെയ്ത് കഴിഞ്ഞു. ഇനി 3 പേരിലേക്കാണ് ചുരുങ്ങുന്നത്. 3 പേരിൽ അൻവർ ഇടയ്ക്കിടെ വന്ന് ചെറിയ ചെറിയ പടക്കങ്ങൾ പൊട്ടിച്ചുകൊണ്ട് ആദ്യം ബോംബ് പോലെ തുടങ്ങിയെങ്കിലും പിന്നെ ചെറിയ ചെറിയ പടക്കങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെ ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിൻ്റെ തേരോട്ടം ആരംഭിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ലീഡ് ഏകദേശം 6000-ഓട് അടുക്കുന്നു. എന്തായാലും ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്നുള്ള നിലയിൽ തന്നെയാണ് വളരെ ഗൗരവമായ രീതിയിലേക്ക് നിലമ്പൂർ ഓടുകയാണ്. ഇതിനടക്കം തന്നെ പാലക്കാട് നിന്നുമുള്ള പ്രസ് മീറ്റ് വന്നു കഴിഞ്ഞു. പ്രസ് മീറ്റെല്ലാം ആളുകളെ, പത്രക്കാരെ കണ്ടു കഴിഞ്ഞു. കുഞ്ഞാലിക്കുട്ടി വളരെ ആവേശത്തിലാണ്, തങ്ങൾ വളരെ ആവേശത്തിലാണ്. എന്തായാലും UDF ക്യാമ്പ് വലിയ ആവേശത്തിലാണ്. KPCC ഓഫീസിൽ അതിൻ്റെ അലകൾ കാണാം, മലപ്പുറം DCC ഓഫീസിൽ കാണാം. കേരളത്തിലാകെയുള്ള UDFന് ആവേശം നൽകിക്കൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് വലിയ തോതിൽ തേരോട്ടം നടത്തുകയാണ്. ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ, അല്ലെങ്കിൽ പിറകിലോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ക്ഷീണം വരാൻ പോകുന്ന ലീഗിനാണ്, അതുപോലെ സതീശനാണ്, അതുപോലെ രമേശ് ചെന്നിത്തല. ഒരു വലിയ സംഘത്തിന് UDFന് ഇനി എന്ത് പറഞ്ഞുകൊണ്ട് പിണറായി സത്തെ തോൽപ്പിക്കാൻ പറ്റും? പിണറായി സത്തിന് തൊടാൻ പറ്റില്ല. പിണറായി സത്തെ തൊടാൻ പറ്റില്ല എന്ന് മാത്രമല്ല, പിന്നെ പിണറായിയുടെ തേരോട്ടമായിരിക്കും കേരളത്തിൽ. പക്ഷേ അതിനെല്ലാം മൂക്ക് കയറിട്ടുകൊണ്ട് അതിനെയെല്ലാം വേര് തോണ്ടുന്ന നിലയിലുള്ള വളരെ ഗൗരവമായ നിലയിലാണ് നമ്മുടെ വോട്ടിംഗ് പാറ്റേൺ കാണിക്കുന്നത്. ഇപ്പോഴത്തെ 4-5 റൗണ്ടുകൾ കഴിയുമ്പോൾ തീർച്ചയായും ആര്യാടൻ ഷൗക്കത്ത് 6000-ലേക്ക് നീങ്ങുകയാണ്. വലിയ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാലും അത്ഭുതമില്ല. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് 6000 വോട്ടെന്നാണ്. എന്നാൽ അതിനെ കവച്ചു വെക്കുന്ന നിലയിൽ വലിയ തോതിലുള്ള വോട്ടിംഗ് പാറ്റേൺ അവിടെ നടക്കുന്നു. അപ്പോഴും മൂത്തേടം പോലുള്ള സ്ഥലങ്ങളിൽ, വഴിക്കടവിലുമൊക്കെ ചെറിയ നെഞ്ചിടിപ്പ് ആര്യാടൻ ഷൗക്കത്തിന് കൊടുത്തിട്ടുണ്ട്. ആ ഷോക്ക് കൊടുത്തെങ്കിലും തീർച്ചയായിട്ടും അത് നീങ്ങുന്നുണ്ട്, നന്നായി തന്നെ നീങ്ങുന്നു. അടുത്ത റൗണ്ടിൽ, സെക്കൻഡ് റൗണ്ട് എണ്ണി കഴിഞ്ഞപ്പോൾ 14 ബൂത്തിൽ 10 UDF പിടിച്ചതാണ്. ഇനി വരാനിരിക്കുന്ന റൗണ്ടുകളിൽ ആരാണ് ഇതിന് മുന്നേറുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതാനും നിമിഷങ്ങൾക്കകം, മിനിറ്റുകൾക്കകം തന്നെ നിലമ്പൂരിലെ വിജയം വരും. അതിനുശേഷം നമുക്ക് കേരള രാഷ്ട്രീയത്തെ കശികാന്തം നമുക്ക് അലകും പിടിയും നോക്കുന്ന രീതിയിൽ നമുക്ക് വിശകലനം ചെയ്യാം. തുടർ വീഡിയോകൾക്കായി നിങ്ങൾ കാത്തിരിക്കുക. എന്തായാലും ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിൻ്റെ തേര് തെളിച്ചു കഴിഞ്ഞു.